വയനാട് സുഗന്ധഗിരിയിൽ അനധികൃത മരമുറിക്ക് ഒത്താശ ചെയ്തത് വനംവകുപ്പ് ഉദ്യോഗസ്ഥന്മാരാണെന്ന് പ്രദേശവാസികൾ സാക്ഷ്യപ്പെടുത്തുന്നു. വീടിന് ഭീഷണിയായ മരങ്ങൾ മുറിക്കാൻ നൽകിയ അപേക്ഷയുടെ മറവിലാണ് മറ്റു മരങ്ങളും കൂടി ഇവർ മുറിച്ചു മാറ്റിയത്. വനംവകുപ്പ് ഉദ്യോഗസ്ഥരുടെ കാവലിലാണ് അനധികൃത മരമുറി നടന്നതെന്നാണ് നാട്ടുകാർ പറയുന്നത്. 24 ഫോളോ അപ്പ്. സുഗന്ധഗിരിയിൽ 100-ലേറെ മരങ്ങൾ അനധികൃതമായി മുറിച്ചു എന്നുള്ള കണക്കാണ് വനംവകുപ്പിന് ഒടുവിൽ ലഭ്യമായിട്ടുള്ളത്. ഇതുമായി ബന്ധപ്പെട്ട കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിയും സ്വീകരിച്ചു വരുന്നുണ്ട്. ഞാനിപ്പോൾ നിൽക്കുന്നത് സുഗന്ധഗിരിയിൽ ജോസഫ് എന്ന് പറയുന്ന ആളുടെ വീട്ടിലാണ്. അദ്ദേഹത്തിൻ്റെ വീടിനോട് ചേർന്ന് കിടക്കുന്ന മരങ്ങൾ മുറിക്കാൻ അപേക്ഷകൾ നൽകി. ഈ അപേക്ഷകൾ നൽകിയതനുസരിച്ച് 10 മരങ്ങളുടെ അപേക്ഷയാണ് നൽകിയത്. അത് മുറിച്ച് നീക്കാനുള്ള ശ്രമം തുടങ്ങി വനംവകുപ്പിൻ്റെ ഭാഗത്തു നിന്ന്. പക്ഷേ ഇവിടെയുള്ള ഉണ്ടായിരുന്ന ഒരു മരം, ആ മരത്തിന് ഒരു തരത്തിലുള്ള പ്രശ്നവും ഉണ്ടായിരുന്നില്ല, വീടിന് ഭീഷണിയായിരുന്നില്ല. എന്നിട്ടും ഈ മരം മുറിച്ച് നീക്കുന്ന അനുഭവമാണ് ഉണ്ടായതെന്ന് ജോസഫ് പറയുന്നുണ്ട്. എന്താണ് അന്നുണ്ടായത്? ഈ മരം ഭീഷണിയായിരുന്നു? ഈ മരം ഭീഷണിയല്ല. ഞങ്ങൾക്ക് ഈ വീടിനുള്ള 10 മരം, ഭീഷണിയുള്ള 10 മരം മുറിച്ച് നീക്കി. പക്ഷേ ഈ മരം ഞങ്ങൾക്ക് ഭീഷണിയല്ല. ഈ മരം എപ്പോൾ ഈ റോഡിന് ചെരിഞ്ഞിരിക്കുന്ന ഒരു ഭീഷണിയില്ലാത്ത മരമാണ് അത് മുറിച്ചത്. അപ്പോൾ നമുക്ക് ഒരു ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാർ വന്നിട്ട് ഇന്ന് മുറിപ്പിക്കുമ്പോൾ നമുക്ക് ചോദ്യം ചെയ്യേണ്ട കാര്യമില്ല. എന്തിനും മുറിച്ച് ഏതിനും മുറിച്ച് ചോദിക്കുകയില്ല. അങ്ങനെ മുറിച്ച്. ഈ മരം ഒരു തരത്തിലുള്ള ഭീഷണിയും ആയിരുന്നില്ല. ഒരു മരത്തിന് ഈ മരം വീടിന് ഒരു ഭീഷണിയില്ല. ചേട്ടൻ കൊടുത്ത അപേക്ഷ എത്ര മരങ്ങൾ മുറിക്കാനായിരുന്നു മൊത്തം? ഞാൻ 10 മരം എടുത്തിട്ടുണ്ട്. അതായത് 20 മരങ്ങളാണ് ആകെ മുറിക്കാൻ ഇവിടെ മൊത്തം അപേക്ഷ കിട്ടിയത്. അതെയോ? എന്താ അതെനിക്കറിയില്ല. മുറിക്കാനുള്ള പാട്ട് ഇത് ഭീഷണിയായിരുന്നു. 10 മരം ഭീഷണിയായിരുന്നു. ആ 10 മരം മുറിച്ചു, ഭീഷണി ഒഴിവാക്കി കിട്ടി. അതുകൊണ്ട് സമാധാനമുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ വീടിനോട് ചാഞ്ഞ മരങ്ങളായിരുന്നു അതൊക്കെ വീടിന് ഭീഷണിയായിരുന്നു. ഈ 10 മരം വീടിന് ഭീഷണിയായിരുന്നു. ആ 10 മരം മുറിച്ച് ചെയ്തോണ്ട്. ഇത് അപ്പം മുറിക്കുമ്പോൾ നിങ്ങൾ പറഞ്ഞില്ലേ ഇതിൻ്റെ ആവശ്യം എന്താണെന്ന് ചോദിച്ചൊന്നുമില്ലേ? അത് ചോദിച്ചില്ല. ഒരു ഫോറസ്റ്റ് ഉദ്യോഗസ്ഥനാണല്ലോ പാടുന്നത് മുറിപ്പിക്കുന്നത്. അപ്പോൾ നമുക്ക് ചോദിക്കേണ്ട കാര്യമില്ലല്ലോ. അപ്പോൾ അത് നമ്മൾ ചോദിക്കുമ്പോൾ അത് ആദ്യം പറ്റായിട്ട് വരും. ഈ ജോൺസൺ, നമ്മൾ കൽപ്പറ്റ ഫോറസ്റ്റിൽ ജോലി ചെയ്യുന്ന ഒരു ജോൺസൺ എന്ന് പറഞ്ഞ ആളാണ്. രാവിലെ മുതൽ മരം ഫസ്റ്റിൽ മുറിക്കുന്ന അന്ന് മുതൽ അവസാനം വരെ ജോൺസൺ ഉണ്ടായിരുന്നു. ജോൺസനെ പറഞ്ഞ ആ ഉദ്യോഗസ്ഥനാണ് ഉണ്ടായി. അത് യൂണിഫോം ഇട്ടിട്ട് രാവിലെ വരും, വൈകുന്നേരം പോകും. അങ്ങനെ മരം മുറിച്ച് കഴിയുന്നവരെ ജോൺസൺ ഉണ്ടായിരുന്നു. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് ഈ ജോൺസൺ എന്ന് പറയുന്ന ഫോറസ്റ്റ് ഉദ്യോഗസ്ഥനെതിരെ നടപടി സ്വീകരിച്ചിട്ടുണ്ട്. ഈ മരക്കുറ്റിയാണ്, അതായത് ഇവിടെ ഉണ്ടായിരുന്ന മരമാണ് അനധികൃതമായി മുറിച്ചത്. ഇത്തരത്തിൽ 100-ലേറെ മരങ്ങൾ അനധികൃതമായി മുറിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഇവിടെ വനംവകുപ്പ് തന്നെ നടത്തിയ അന്വേഷണത്തിൽ കണ്ടെത്തിയത്. ഇതിൽ 6 പേരെയാണ് പ്രതി ചേർത്തിരിക്കുന്നത്. കൂടുതൽ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി ഉണ്ടാകുമെന്നുള്ള തരത്തിലുള്ള വിവരങ്ങളുണ്ട്. എന്തായാലും സുഗന്ധഗിരിയിൽ നടന്നിട്ടുള്ള അനധികൃത മരമുറി ഈ വിധത്തിലാണ് സംഭവിച്ചിട്ടുള്ളത്. മനു ദാമോദരനൊപ്പം സുർജിത് അയ്യപ്പത്ത്, 24 വയനാട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.